സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പമുള്ളത് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് MS വേണുഗോപാലാണ്. സാർ, സ്വാഗതം. നമ്മൾ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ വന്ന ശ്രദ്ധേയമായ ഒരു അവലോകനം, ഈ തെരഞ്ഞെടുപ്പിൽ നിർണായക ഒരു പങ്ക് ഉള്ളത് BJPക്കാണ്. കാരണം രണ്ട് മുന്നണികളുടെ സാധ്യത നിർണ്ണയിക്കുന്നത് BJP എത്രത്തോളം വോട്ട് പിടിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. പല മണ്ഡലങ്ങളിലും അപ്രതീക്ഷിതമായ മുന്നേറ്റമോ ജയമോ BJP നേടും എന്ന് കരുതുന്നു. അത് രണ്ട് മുന്നണികളുടെയും ഒരു ഭരണലഭ്യത സാധ്യതയെ പോലും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു തൂക്ക് മന്ത്രിസഭ പോലും വന്നേക്കാമെന്നുള്ള നിഗമനങ്ങളും ഒക്കെ വരുന്നു. അപ്പൊ അങ്ങയുടെ നിരീക്ഷണത്തിൽ ഏതൊക്കെ മണ്ഡലങ്ങളിലായിരിക്കും BJP ഒരു മുന്നോട്ട് പോക്ക് അല്ലെങ്കിൽ ഒരു ജയം പ്രതീക്ഷിക്കുന്നുണ്ടാവുക? ബിജെപിക്ക് ഇത്തവണ ഏറ്റവും കുറഞ്ഞത് ഒരു 35 മണ്ഡലങ്ങളിലെങ്കിലും ഒന്നാമതും രണ്ടാമതും എത്താൻ കഴിയും. അത് 40 വരെ ആകാൻ കഴിയും എന്നുള്ളതാണ്. അതിൽ വിജയിക്കുന്ന മണ്ഡലങ്ങൾ ഒരു 5 മണ്ഡലങ്ങളാണെങ്കിൽ ഒരു 30-35 മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വരാനുള്ള സാധ്യത ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ UDF മജോറിറ്റിക്കുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പൊസിഷൻ. പക്ഷേ ഈ ഇലക്ഷനിൽ ഏറ്റവും നിർണായകമായ വിധി വരുത്താൻ പോകുന്നത് BJP ആയിരിക്കും. കാരണം സാർ, ഒരു ക്ലാരിറ്റി വരുത്തിക്കോട്ടെ, ഒരു ഇടപെട്ട് ചോദിച്ചോട്ടെ. അപ്പോൾ സാറിന്റെ ഒരു അനുമാനത്തിൽ ഒരു 40ഓളം സീറ്റുകളിൽ BJPക്ക് ഒരു മുന്നേറ്റം, ഒന്നെങ്കിൽ ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനം. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം പ്രകടമായി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ BJP സമാഹരിക്കുന്ന വോട്ടുകളെല്ലാം തന്നെ ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ ആനുകൂല്യം ഉള്ളതായിരിക്കുമല്ലോ. അപ്പോൾ അത് UDFനെ അല്ലേ പ്രതികൂലമായി ബാധിക്കുക? അപ്പോൾ ഈ UDFന്റെ മുന്നേറ്റം പ്രവചിക്കുകയും ചെയ്യുന്നു, BJPക്ക് വലിയ നേട്ടം ഉണ്ടാകാൻ സാധ്യതയും കൽപ്പിക്കുക. അത് തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. അവിടെയാണ് നമ്മുടെ ഇനി വരാൻ പോകുന്ന ഇലക്ഷന്റെ ചില പ്രത്യേകതകൾ ഇരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ UDFന് ഒരു 78 മണ്ഡലങ്ങളിൽ പൂർണ്ണമായും ആധിപത്യം വരുന്ന വിധത്തിലുള്ള ഒരു പോളിംഗ് ആണ് നടന്നിട്ടുള്ളത്. അതായത് നോർത്തേൺ കേരളയിലും സെൻട്രൽ കേരളയിലുമായിട്ട് ഒരു 78ഓളം മണ്ഡലങ്ങളിൽ UDFന് നിർണായകമായ വോട്ടും പെർസെന്റേജും വന്നിട്ടുണ്ട്. അത് ന്യൂനപക്ഷ കേന്ദ്രീകൃത മേഖലകളിലാണ്. അത് വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് UDFന് ഒരു 80 മുതൽ 85 സീറ്റ് വരെ പോകാനുള്ള സാധ്യതയുണ്ട്. BJPക്ക് ഒരു 5 സീറ്റ് മുതൽ 8 സീറ്റ് വരെ, അതാണ് ഞാൻ മാക്സിമം പ്രതീക്ഷിക്കുന്നത്. അതായത് LDAക്ക് 8 സീറ്റ് വരെ, BJPക്ക് ഒരു 5 സീറ്റ് വരെ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ LDFന് ഇത്തവണ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കും. LDFന്റെ സീറ്റ് 50 കടക്കുക തന്നെ പ്രയാസകരമായിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വോട്ടിംഗ് പെർസെന്റേജിന്റെ രീതി വെച്ചിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഒരു 62 മണ്ഡലങ്ങളിൽ, അത് പ്രധാനമായും നമ്മുടെ സെൻട്രൽ ടു സൗത്ത് വരുന്ന മണ്ഡലങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ LDF വലിയ ഭൂരിപക്ഷം നേടിയിരുന്ന സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങളിലൊക്കെ ഇത്തവണ NDAയുടെ കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് പലയിടത്തും NDA അല്ലെങ്കിൽ BJP രണ്ടാം സ്ഥാനത്തോ ഒന്നാം സ്ഥാനത്തോ വരാൻ സാധ്യതയുണ്ട്. ഈ മണ്ഡലങ്ങൾ LDFന്റെ സാധ്യത കുറെ കൂടെ വഷളാക്കുകയാണ് ചെയ്യുക. എന്നാൽ നമ്മൾ 2019 ലോക്സഭാ ഇലക്ഷന് കണ്ട ഒരു ട്രെൻഡ് ന്യൂനപക്ഷങ്ങൾക്കിടയിലുണ്ട്. അത് വന്നാൽ അന്ന് 20-19 സീറ്റ് നേടിയ UDFനെ നമ്മൾ കണ്ടു. അതുപോലെ ഒരു 80-85 സീറ്റ് വരെ UDF നേടാനുള്ള ഒരു സാഹചര്യവും ഇപ്പോൾ നിലവിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, UDFന് വിജയ സാധ്യതയുമുണ്ട്. എന്നാൽ ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ 1% അല്ലെങ്കിൽ ഒരു ഭാഗം BJPക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കും ചില മണ്ഡലങ്ങളിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ. നമുക്കത് പറയാൻ കഴിയുന്നത്, മുമ്പ് 27,000 വോട്ട് മാത്രം ഉണ്ടായിരുന്ന നെയ്യാറ്റിൻകരയിൽ ഇത്തവണ ഒരു 40,000 വോട്ട് വരെ അവർ പിടിക്കാൻ സാധ്യതയുണ്ട്. 38-നും 40-നും ഇടയ്ക്ക് വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ മണ്ഡലം വളരെ നിർണായകമാകണം. ഇതൊക്കെ BJP ജയിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളാണ് ഞാൻ പറയുന്നത്. കോവളം അതുപോലെ കഴിഞ്ഞ തവണ 30,000 ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 30,000 വോട്ട് പിടിച്ച ഒരു മണ്ഡലമാണ്. അവിടെ അത് ഇത്തവണ താമര ചിഹ്നത്തിൽ സുരേഷ് മത്സരിക്കുന്നതോടുകൂടി അവിടെ 40,000 വോട്ട് വരെ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ വിജയം നിർണ്ണയിക്കുന്നതിൽ LDFന് പിന്നെ UDFനും തമ്മിൽ ഉള്ള വിജയം നിർണ്ണയിക്കുന്നതിൽ BJPക്ക് നിർണായകമുണ്ട്. അതായത് ഇതിൽ രണ്ടാമത് വരുന്ന BJP ആണെങ്കിൽ മൂന്നാമത് വരുന്നത് ആര് എന്നുള്ളതാണ് പ്രശ്നം. മൂന്നാമത് വരുന്നയാള് LDF ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ മുന്നേറ്റം UDFനായിരിക്കും ഉണ്ടാകും. അപ്പൊ അങ്ങനെ കുറെ മണ്ഡലങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ കാട്ടാക്കട
47,000 വോട്ടുള്ള മണ്ഡലമാണ്. അതോടെ ഒരു വിജയിക്കാൻ വരെ സാധ്യതയുണ്ടെന്ന് BJP കരുതുന്ന ഒരു മണ്ഡലമാണ്. വിജയസാധ്യത ഇല്ലെങ്കിലും വളരെ അടുത്ത് എത്തി പോകാൻ കഴിയുന്ന, യാതൊരു സംശയവുമില്ലാതെ പോകാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ്. അതുപോലെ പാറശാല 33,000 വോട്ട് ഉള്ള സ്ഥലമാണ്. നേമം 50,000 വോട്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ സ്ഥലമാണ്. തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ വലിയ മേൽക്കൈയുണ്ടായ സ്ഥലം തന്നെയാണ്. അവിടെയും ഇത്തവണ അത് ഒന്നാമത് വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത്രയ്ക്ക് വ്യക്തമായ ഒരു ലീഡ് BJP അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ അതുപോലെ 39,000 വോട്ട് തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. അത് വീണ്ടും വർദ്ധിച്ച് ഒരു 43,000 വോട്ട് വരെ വന്നു കഴിഞ്ഞാൽ ആര് ജയിക്കും എന്നുള്ളത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതായത് UDF-ഉം LDF-ഉം ഒരുപോലെ വോട്ട് പിടിക്കാനുള്ള സാധ്യത അവിടെയുണ്ട്. പ്രശാന്ത് VK പ്രശാന്ത് നല്ലപോലെ വോട്ട് പിടിക്കുകയും K മുരളീധരൻ അതുപോലെ വോട്ട് പിടിക്കുകയും ചെയ്താൽ BJPക്ക് കിട്ടേണ്ട വോട്ടുകൾ വെച്ച് BJP അവിടെ വിജയിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കഴക്കൂട്ടത്ത് BJP ഏതാണ്ട് വിജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അവര് ഒന്നാമത് വന്ന ഒരു സ്ഥലവും കൂടെയാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മള് അത്തരത്തിൽ സാധ്യതയുള്ളതാണ്. ആറ്റിങ്ങൽ അത്തരത്തിൽ സാധ്യതയുള്ളതാണ്. ചാത്തന്നൂർ അത്തരത്തിൽ സാധ്യതയുള്ളതാണ്. കൊല്ലത്ത് വലിയ ഫൈറ്റ് നടക്കുന്നു. അവിടെയും BJPക്ക് 2ാം സ്ഥാനത്ത് വരികയാണെങ്കിൽ 3ാമത് ആര് എന്നുള്ള ചോദ്യം വരികയാണ്. കരുനാഗപ്പള്ളിയിൽ അത്തരം ഒരു സാധ്യത, അടൂര് അതുപോലെ ഒരു സാധ്യത. ഇവിടെയൊക്കെ കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ 33, 35 ഒക്കെ 35,000 ഒക്കെ വോട്ട് കിട്ടിയ സ്ഥലങ്ങളാണെന്ന് ഓർക്കണം. കോന്നി, ആറന്മുള, റാന്നി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, ഹരിപ്പാട്, കുട്ടനാട്, ഇങ്ങനെ തുടങ്ങി കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരിയിൽ ഇത്തവണ NDAയുടെ സ്ഥാനാർത്ഥിയാണ്, 22യുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. എങ്കിലും അവിടെ കഴിഞ്ഞ തവണ മോശമായ പെർഫോമൻസ് നടത്തിയ പോലെ 20,000 വോട്ട് അവർക്കുണ്ടായിരുന്നു. ഇപ്പൊ അതിൽ നിന്ന് കൂടി 35 വരെ വരാം. അങ്ങനെ വരികയാണെങ്കിൽ അത് വളരെ നിർണായകമാണ്. കോട്ടയത്ത് 22,000 വോട്ടുണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ ഇത്തവണ അത് വിധി നിർണായകമായ ഒരു വോട്ടായിട്ട് മാറും. അവർ 30,000-ന് മേൽ പിടിക്കുകയാണെങ്കിൽ. ഏറ്റുമാനൂർ, വൈക്കം, പാല, അതുപോലെ തന്നെ ദേവികുളം, കൊടുങ്ങല്ലൂർ, ചാലക്കുടി, ഇരിങ്ങാലക്കുട, തൃശൂർ, ഒല്ലൂർ, ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിലൊക്കെ അവര് നല്ല വോട്ട് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. ഈ പ്രദേശങ്ങളിലൊക്കെ വലിയ തോതിലുള്ള ഒരു സ്വിംഗ് BJPയുടെ ഭാഗത്തേക്ക് വന്നിരിക്കുന്നത് ആരുടെ വോട്ടാണ് എന്നുള്ളത് നിർണായകമാണ്. ഈ ആര് വോട്ട് പിടിക്കും എന്നതിനെ അടുത്ത LDF-ന്റെ ഭാവി. കാരണം BJPയുടെ ഈ ശക്തി കേന്ദ്രങ്ങളാണ് LDF-ന്റെയും ശക്തി കേന്ദ്രങ്ങളിൽ പലതും. അതേസമയം UDF-ന് ഒരു ഞാൻ ഈ പറയാത്ത ഒരു 78 മണ്ഡലങ്ങൾ, അതായത് മലപ്പുറം ഉണ്ട്, വയനാടുണ്ട്, കാസർഗോഡ് ഉണ്ട്, കണ്ണൂരിലെയും കോഴിക്കോട്ടെയും പാലക്കാട്ടെയും ബോർഡർ പ്ലേസുകൾ വരെ അവിടെ UDF-ന് സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരും അവർക്ക് മോശമില്ലാത്ത രീതിയിൽ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. എറണാകുളം അവര് വലിയ രീതിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. കോട്ടയത്ത് അതുപോലെയുണ്ട്, ഇടുക്കിയിലുണ്ട്, പത്തനംതിട്ടയിലും കുറെ സീറ്റുകൾ അവർക്ക് കിട്ടും. അങ്ങനെ അതാണ് ഞാൻ 78 സീറ്റുകളിൽ അവർ നിർണായകമാണെന്ന്. ഈ 78 സീറ്റുകളിൽ ഏതാണ്ട് ഒരു 68 സീറ്റെങ്കിലും അവർക്ക് വരുമെന്നുള്ളതാണ്. പിന്നെ ഈ 62 ബാക്കി വരുന്ന സീറ്റുകളിൽ BJP 2ാമത് വരുന്ന സ്ഥലങ്ങളിൽ അവിടെ ഒരു 20 സീറ്റും കൂടെ UDF-ന് പിടിക്കാൻ കഴിഞ്ഞാൽ 80-ന് മുകളിൽ സീറ്റുകൾ അവർക്ക് ലഭിക്കും. അങ്ങനെ വന്നാൽ അത് കഴിഞ്ഞ തവണ LDF-ന് കിട്ടിയ മേൽക്കോയ്മ വളരെയധികം ഇല്ലാതാക്കുകയും ഒരു 50 സീറ്റ് കടക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അതാണ് എന്റെ കാൽക്കുലേഷൻ. നമ്മൾ പൊതുവിൽ ഒരു വിലയിരുത്തല് ഈ BJP വോട്ട് പിടിച്ചാൽ അത് ചോർച്ച ഉണ്ടാകുന്ന UDF-ന്റെ വോട്ടുകളാണെന്നാണ് നമ്മൾ കണ്ട് ശീലിച്ച ഒരു ട്രെൻഡ് അതാണ്. പക്ഷെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ BJP വോട്ട് പിടിച്ചാൽ കൃത്യമായി അത് LDF-ന്റെ പ്രത്യേകിച്ച് CPM-ന്റെ പല പോക്കറ്റുകളിൽ നിന്നുള്ള ചോർച്ചയായിട്ട് പൊതുവിൽ വിലയിരുത്താൻ പറ്റുമോ? അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് LDF-ന് ഇത്തവണ കൂടുതൽ സീറ്റുകൾ നഷ്ടപ്പെടും. ഉദാഹരണമായിട്ട് തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ 14-ൽ 13 സീറ്റും LDF-ന് കിട്ടിയതാണ്. ഇത്തവണ അത് ഉണ്ടാവാൻ സാധ്യതയില്ലാന്ന് ഞാൻ പറയാൻ കാര്യം, നെയ്യാറ്റിൻകര, കോളം, കാട്ടാക്കട, പാറശാല, അരുവിക്കര, തിരുവനന്തപുരം സെൻട്രൽ, അതുപോലെ വട്ടിയൂർക്കാവിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലാത്ത സിറ്റുവേഷനാണ്. വാമനാപുരം, ഇവിടെയൊക്കെ നല്ല ഫൈറ്റ് നടന്നിരിക്കുകയാണ്. സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് ആണോ അതോ അല്ലെങ്കിൽ UDF ആണോ LDF ആണോ എന്ന് നിശ്ചയിക്കുന്നത് BJP പിടിച്ച വോട്ടുകളായിരിക്കും. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രത്യേകതയുള്ള ഈ ഇലക്ഷൻ തിയറി. ഇത് തിരുവനന്തപുരത്തെ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ പല സതേൺ
സ്റ്റേറ്റ് ജില്ലകളിലും ഇതേ സിറ്റുവേഷൻ ആണുള്ളത്. ചാത്തന്നൂർ പിടിക്കുന്നത്, കൊല്ലത്ത് പിടിക്കുന്നത്, ഇതൊക്കെ പ്രധാനമാണ്. പത്തനാപുരത്ത് പോലും 23,000 വോട്ട് BJPക്ക് ഉണ്ട്. അത് എങ്ങനെ പോകുന്നു എന്നുള്ളത് വളരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതാണ്. ഇത്തവണ അതിനേക്കാളൊക്കെ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കുന്നത്തൂര് പറഞ്ഞാൽ അതിശയിച്ചു, 33,000 വോട്ടുണ്ട് BJP. കോർ വോട്ടുകളാണ് അതൊക്കെ. അവിടെയൊക്കെ എന്തെല്ലാം മാറ്റം എന്നുള്ളത് നമ്മൾ വളരെ പ്രധാനത്തോടു കൂടി നോക്കേണ്ടതാണ്. മാവേലിക്കര 39,000 വോട്ടുണ്ടായിരുന്ന സ്ഥലമാണ് BJPക്ക്. അപ്പൊ ഇത്തവണ അതിലും കൂടുതലാണ് പിടിക്കുക. ഒരു 40-45 ഇടയ്ക്കൊക്കെ പിടിച്ചാൽ 2ാം സ്ഥാനത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ 3ാം സ്ഥാനത്ത് ആര് പോകും? അപ്പൊ ഇപ്പൊ UDF നേതൃത്വം വലിയ രീതിയിലുള്ള അവകാശവാദങ്ങളൊക്കെ പറയുന്നത് 100-ന് മേളിലൊക്കെ പറയുന്നത്. അപ്പൊ അത്തരത്തിലൊരു ക്ലീൻ സ്വീപ്പ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല അല്ലെ? ഇല്ല, 80-85-85-നപ്പുറം പോകാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. 85 സീറ്റ് വരെ മാക്സിമം UDFന് ലഭിക്കാം. 50-55, 50 ഞാൻ കാണുന്നത്. 55 ഏറ്റവും ഞാൻ ഈ പറഞ്ഞ 62 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ആണ് 3ാം സ്ഥാനത്ത് പോകുന്നതെങ്കിൽ 55 വരെ LDFന് പോകും. അല്ലെങ്കിൽ 50-നും താഴെ നിൽക്കും. BJP ഒരു 5. ശരി സാർ, നന്ദി.